താങ്ക് യു ഫോർ ഹാവിങ് മീ. ആദ്യമായി ഈ ഒരു വിഷയത്തിലേക്ക് സംസാരിക്കാൻ എന്നെ ഗ്ലോബലിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജാതി ഒരു മതം എന്നാണ് പറയുന്നത്, അതാണല്ലോ വിഷയം. അപ്പോൾ അവിടെ സംവരണത്തെ കുറിച്ചൊരു ചർച്ച അത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ജാതിപരമായി എല്ലാ ജാതികൾക്കും സംവരണമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പം നിലവിൽ ജീവിക്കുന്നത്. സംവരണത്തിന് മുന്നേ ജാതി ഉണ്ടായിരുന്നു, സംവരണം ഉള്ളപ്പോഴും ജാതി ഉണ്ട്. ജാതി എന്ന് പറയുന്നത് സംവരണം കഴിഞ്ഞാലും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, കുറഞ്ഞു വരും. പണ്ടുള്ളതുപോലെ ഇപ്പൊ ഇല്ല. സമൂഹം പലതലത്തിലും ഏറെ മുന്നേറിയിട്ടുണ്ട്, പ്രത്യക്ഷമായും പരോക്ഷമായും മുന്നേറിയിട്ടുണ്ട്. ആ മുന്നേറ്റങ്ങൾ മുഴുവൻ സാംശീകരിച്ചുകൊണ്ട് സമൂഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ജാതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാതി ബോധം എന്ന് പറയുന്ന സെറിബ്രൽ പാൽസി, ആ അന്ധവിശ്വാസത്തിൽ നിന്ന് സമൂഹത്തെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും ഒരുമ്പെടേണ്ട കാര്യം. ഇന്ന് ജാതി നമ്മുടെ ATM കാർഡാണെന്ന് സ്റ്റേറ്റ് പറയുന്നുണ്ട്. അതായത് എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ പുരസ്കാരങ്ങളും, എല്ലാ തിരസ്കാരങ്ങളും ജാതി അടിസ്ഥാനത്തിലാകണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇത് വളരെ മാനവിക വിരുദ്ധമായ, പുരോഗമന വിരുദ്ധമായ, പിന്തിരിപ്പനായിട്ടുള്ള ഒരു നിലപാടാണ് സ്റ്റേറ്റും അതോടൊപ്പം തന്നെ അനുബന്ധിച്ചുള്ള കക്ഷികളും എടുക്കുന്നത്. ഇപ്പോ ടോമി സെബാസ്റ്റ്യനോട് സൂചിപ്പിച്ചതുപോലെ ജാതി എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക സത്യമാണ്, അമരമാണ്, അജമാണ്. കാറ്റുകൊണ്ട് ഉണക്കാനോ വെള്ളം കൊണ്ട് നനയ്ക്കാനോ ആയുധം കൊണ്ട് മുറിക്കാനോ മനസ്സുകൊണ്ട് മറക്കാനോ സാധിക്കാത്ത എന്തോ ഒരു സാധനമാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ തട്ടി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ പ്രബുദ്ധ വിതിൻ ഇൻവെർട്ടഡ് കോമ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അതിൽ ആദ്യം മുന്നോട്ട് വെക്കുന്നത് മതം മാറാനാവും, പക്ഷെ ജാതി മാറാനാവില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ മതം മാറിക്കോളൂ, മുസ്ലിം ആയിക്കോളൂ, ക്രിസ്ത്യാനി ആയിക്കോളൂ, ഹിന്ദു ആയിക്കോളൂ, വാപ്പസി അടിച്ചോളൂ, പക്ഷെ നിങ്ങളുടെ മതമേ മാറുന്നുള്ളൂ, ജാതി മാറുന്നില്ല. ജാതി അതിനൊക്കെ ഉപരിയായി എന്തോ വലിയൊരു യമണ്ടൻ സാധനമാണ്, അത് ജനിതകമാണ് എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ പറയുന്നു എന്നല്ല, അതിന് ചില ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ എല്ലിലിട്ട ഒരു കമ്പി പോലെ കിടക്കുന്ന സാധനമാണ്, അത് അങ്ങനെ ഒന്നും പോകുന്ന സാധനമല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ സ്വീകരിക്കാവുന്നതിൽ ഏറ്റവും റിഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാട്, പിന്തിരുപ്പൻ, അശാസ്ത്രീയം, അമാനവികം എന്നുള്ള വളരെ പരിമിതമായ പദങ്ങളിൽ ഞാനത് ഒതുക്കി നിർത്തുന്നു. ഇത്രയും ഒരു മനുഷ്യന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ജാതി പോകില്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു അട്രോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരാൾ പറയാനേ പാടില്ല. അങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ജുഗുപ്സാവകമായിട്ടുള്ള, അങ്ങേയറ്റം വിലക്ഷണമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ ജാതി പോകില്ല. അതിന് ജാതി പോകില്ല എന്ന് പറയുന്നതും ജാതി പോകും, ജാതി പോയിട്ടുണ്ട്, ജാതി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അതിനെ അടുത്ത ലെവലിലേക്ക് കടത്തിവിടാനായിട്ടാണ് നാം എല്ലാവരും ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു നിലപാട് പലപ്പോഴും കാണുന്നില്ല. ഇപ്പോ ഒരു വിളക്കണയുന്നത് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവും. എണ്ണ തീർന്നു കഴിഞ്ഞാൽ അണഞ്ഞു പോകാം, തിരി തീർന്നാൽ അണയാം, കാറ്റടിച്ചാൽ അണഞ്ഞു പോകാം. ഇത് മൂന്നും കൃത്രിമമായിട്ട് തടഞ്ഞാൽ മാത്രമേ ഈ ദീപം നിലനിൽക്കുള്ളൂ. ജാതി ദീപത്തെ അങ്ങനെ നിലനിർത്തണമെന്ന് നിർബന്ധമുള്ള കുറെ ആൾക്കാരുണ്ട്. അവര് പറയുന്ന ഒരു വാക്കാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, ജാതി എന്ന് പറയുന്നത് മതം പോലെയല്ല. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം, ജാതി എന്നാൽ മതമാണ്. ജാതി വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് മതവിരുദ്ധ പോരാട്ടം കൂടിയാണ്. കാരണം ഇത് രണ്ടും ഒരേ കാര്യമാണ്. ജാതി അല്ലെ കാസ്റ്റ് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് റിലീജിയൻ. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, അംബേദ്കർ പറഞ്ഞ കാര്യമാണ്. അംബേദ്കർ ജാതിയെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അനൈലേഷൻ ഓഫ് കാസ്റ്റിനെ കുറിച്ച് ഇവിടെ ഫൈസൽ സൂചിപ്പിച്ചു. ഞാൻ തന്നെ ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ച 2 കോട്ടുകൾ ഇവിടെ പ്രസക്തമാണ് എന്ന് കരുതുന്നു. ഒരിക്കലും അംബേദ്കർ ജാതിയെക്കുറിച്ച് പറഞ്ഞത്, there is no doubt in my opinion that unless you change your social order, you can achieve little by way of progress. You cannot mobilize the community either for defense or for offense. You cannot build anything on the foundation of caste. സമൂഹത്തെ
പ്രതിരോധത്തിനായാലും ആക്രമണത്തിനായാലും തയ്യാറെടുപ്പിക്കാൻ നിങ്ങൾക്ക് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കില്ല. നിങ്ങൾക്ക് ഒന്നും കാസ്റ്റിന്റെ മേളിൽ, ജാതി അടിസ്ഥാനത്തിൽ ഒന്നും നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല. നശിപ്പിക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷെ ഒന്നും നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല. അത്ര പ്രതിലോമകരമായിട്ടുള്ള ഒരു മനോഭാവമാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. You cannot build up a nation, you cannot build up a morality. Anything that you build on the foundation of caste will crack and will never be a whole. നിങ്ങൾ എന്തെങ്കിലും കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ that will crack and it will never be a whole. ഒരു സമൂർത്തത, ഒരു സമഗ്രത ഒരിക്കലും കാസ്റ്റ് ഇറ്റ് നെവർ ബി എ ഹോൾ എന്ന് അംബേദ്കർ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായൊരു നിർവചനമുണ്ട്. ഡിവിസീവ് ആണ്, ഡിവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. മനുഷ്യരാശിയെ പല പല കുഴികളിലാക്കി, പല പല ബ്രാക്കറ്റുകളിലാക്കി മനുഷ്യനെ വിഭജിച്ച് നശിപ്പിക്കുന്ന ഒന്നാണ് കാസ്റ്റ് എന്നാണ് അംബേദ്കർ പറയുന്നത്. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പലരും ഈ കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കറിനെ കുറിച്ച് ഒരുപാട് ഉദ്ധരിക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കോട്ട് എടുത്തത്. അദ്ദേഹം തുടർന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, all the same it must be recognized that a Hindu observe caste not because they are inhuman or wrong-headed. ഹിന്ദുക്കൾ കാസ്റ്റ് ആചരിക്കുന്നത്, ജാതി ആചരിക്കുന്നത് അവര് തെറ്റുകാരായതുകൊണ്ടോ അവർക്ക് തലയ്ക്ക് ഓളം ഉള്ളത് കൊണ്ടോ അല്ല. റോങ് ഹെഡഡ് എന്നുള്ള വാക്ക് ഞാനൊന്ന് ലളിതമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. They observe caste because they are deeply religious. They observe caste because they are deeply religious എന്നാണ് അംബേദ്കർ പറയുന്നത്. അവര് ജാതി ആചരിക്കാൻ കാരണം അവര് അങ്ങേയറ്റം മതവിശ്വാസികളായതുകൊണ്ടാണ്, മതപരമായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. People are not wrong in observing caste. In my view, what is wrong is their religion. എന്റെ അഭിപ്രായത്തിൽ ജാതി അല്ല, ജാതി അനുഷ്ഠിക്കുന്നതിൽ അവരെ തെറ്റ് കാണാനും പറ്റില്ല. യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ളത് അവരുടെ മതമാണ്. Which has inculcated this notion of caste. മതമാണ് ഈ ജാതി ബോധം, ജാതി വികാരം അവരിൽ കുത്തിവെച്ചത്. If this is correct, then obviously the enemy you must grapple with is not people who observe caste, but shastras which teach them this religion of caste. അതാണ് ശരിയെങ്കിൽ നിങ്ങൾ എതിരിടേണ്ടത് കാസ്റ്റ്, അത് ജാതി ആചരിക്കുന്ന മനുഷ്യരെയല്ല, മറിച്ച് ജാതി അവരെ പഠിപ്പിക്കുന്ന അതിന് ഉപോത്ബലകമായിട്ടുള്ള ശാസ്ത്രങ്ങളെയാണ്, മതസാഹിത്യമാണ്. മതസാഹിത്യം വഴിയാണ് ജാതി വരുന്നത്. അതായത് മതമാണ് ജാതി എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അപ്പൊ മതം മാറാൻ ജാതി മാറാൻ കഴിയില്ല എന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എതിർക്കേണ്ടി വരുന്നത് അംബേദ്കറെയാണ്. പലരും അംബേദ്കറെ ഉദ്ധരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അംബേദ്കറിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞത്. ഇനി ആരാണ് ജാതിക്ക് ഉത്തരവാദി? ജാതി പോണം എന്ന് പലരും വളരെ ഉദാരമായി സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ എല്ലാ തലത്തിലും, ജാതി സംഭവങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, ജാതി സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുക, ജാതിപരമായി മറ്റുള്ളവരെ ആക്രമിക്കുക, അധിക്ഷേപിക്കുക, പരസ്പരം സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുക, ഇതെല്ലാം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും പറയും ജാതി പോകണം, ഞങ്ങളെ ജാതി നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വിലപേശലല്ല. ഈ സംവരണത്തെ കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ ഒഴിവാക്കിയതിന്റെ കാരണം, സംവരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ജാതി വെച്ചുകൊണ്ടുള്ള വിലപേശലാണ്. അതിന് ജാതി നിർമൂലനമായോ അനൈലേഷനോ ആയിട്ടോ യാതൊരു ബന്ധവുമില്ല. സംവരണവും ജാതിയുമായിട്ട് തന്നെ തരത്തിൽ ബന്ധമില്ല. ഒരു കാര്യത്തിൽ മാത്രമാണ് ബന്ധമുള്ളത്, ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജാതിയും സംവരണവും എങ്ങനെയോ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഫോൾസ് നോഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രം. ആരാണ് ജാതി നിലനിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ പല ആൾക്കാരും പറയുന്നത് കേൾക്കണം, അത് മേൽജാതിക്കാരാണ് ജാതി നിലനിർത്തുന്നത്. നമ്മൾ കേരളത്തിലെ കോൺടെക്സ്റ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ കേരളത്തിലാണ് ജീവിക്കുന്നത്, 3.5 കോടി ജനങ്ങളുണ്ട്. നമ്മളിവിടുത്തെ സാമൂഹ്യ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മേൽജാതിക്കാർ എന്ന് പറയുന്നത് ഒരു ജനസംഖ്യാപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15%. ബാക്കി 85% വരുന്ന ആളുകൾ സോക്കോൾഡ് കീഴ്ജാതികളാണ്. അത് ഈ കീഴ്ജാതി മേൽജാതി എന്നൊക്കെയുള്ള പ്രയോഗം ഈ സംവരണ സാഹിത്യത്തിലാണ് ഇത് വരുന്നത്. ഞാൻ ആ വാദത്തെ പിന്തുണയ്ക്കുന്ന ആളല്ല, പക്ഷെ ഞാൻ നിലവിൽ ഉപയോഗത്തിൽ ഇരിക്കുന്ന ഒരു വാക്ക് എന്നുള്ള നിലയിൽ ഞാൻ പറയാം. അപ്പൊ ഈ കീഴ്ജാതിക്കാർ എന്ന് പറയുന്നതാണ് 85%. അവരും
ഈ ജാതി മേൽജാതി അല്ലാത്തവരും ചേരുന്നതാണ് ബാക്കി 85%. ഈ 85% മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത, തലച്ചോറ് കൊണ്ട് അപ്രൂവ് ചെയ്യാത്ത ഒരു കാര്യം ഈ കേരളത്തിൽ നിലനിൽക്കും എന്ന് കരുതാൻ വയ്യ. ഇപ്പോ ജാതി ഉണ്ടാകണം അല്ലെ ജാതി വേണം എന്ന് ഈ പറയുന്ന 85% വരുന്ന ഭൂരിപക്ഷം വരുന്ന കേരളീയ ജനത ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അംഗീകരിക്കുന്നില്ലെങ്കിൽ, ചിന്തിക്കുന്നില്ലെങ്കിൽ ഇവിടെ ജാതി ഒരു രീതിയിലും നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ജാതിയുടെ പ്രൊപ്പൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഇപ്പോ ബ്രാഹ്മിൺസ് കേരളത്തിൽ ഒരു 1.5% വരുന്ന ഒരു ജനത. ഈ 1.5% വരുന്ന ജനത ഇന്ന് കേരളത്തിൽ വളരെ പൊളിറ്റിക്കലായിട്ട് വളരെ വീക്കാണ്. അവർക്ക് പ്രഹരശേഷി കുറവാണ്. അവരുടെ സ്ഥാപനങ്ങളായാലും സമ്പത്തായാലും മൊത്തത്തിൽ നമ്മൾ എന്നാണ് ഒരു അവസാനത്തെ ഒരു ബ്രാഹ്മൺ മന്ത്രിയെ കേരളത്തിൽ കണ്ടതെന്ന് നമുക്ക് പുറകോട്ട് നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരത്തിൽ ഒരിക്കൽ തമ്പുരാന്മാരായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് അവർക്ക് അതേ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് കേരള സമൂഹത്തിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല. അപ്പം അവരാണോ ജാതി വളർത്തുന്നത്? ഇപ്പൊ ആനയുടെ നിങ്ങൾ തോട്ടി ചാരി വെക്കുന്നത് പോലെയാണ്. ആനക്ക് വേണമെങ്കിൽ ആ തോട്ടി സുഖമായിട്ട് തള്ളിയിടാം, ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പക്ഷെ അത് തള്ളിയിടില്ല. തള്ളിയിടാത്തതിന്റെ കാര്യം എന്താണ്? ആ ഒരു വിശ്വാസം ആരിലാണ് ഉണ്ടാകേണ്ടത്? അത് ആനയ്ക്ക് ഉണ്ടാകേണ്ടത്. ആനയുടെ തലച്ചോറുള്ള വിശ്വാസമാണ് ആ തോട്ടി അവിടെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആളുകളാണ് ജാതി നിലനിർത്തുന്നത് എന്നുള്ള വാദം അങ്ങേയറ്റം തെറ്റാകുന്നത്. അങ്ങനെ സാധിക്കില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ, ആധുനിക നാഗരികതയിൽ ഒരിക്കലും ഒരു ന്യൂനപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു വാദത്തിന് സമൂഹത്തിൽ ആധിപത്യം ഉണ്ടാവില്ല. ഭൂരിപക്ഷത്തിന്റെ സർവാത്മനയുള്ള പിന്തുണ ഇല്ലെങ്കിൽ. അങ്ങനെ ഒരു പിന്തുണയുണ്ട്, അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവർ അതേ അന്ധവിശ്വാസം പേർന്നു എന്നുള്ളതുകൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത്. നാരായണ ഗുരു ഒരിക്കല് ജാതി ആരാണ് നിലനിർത്തുന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യത്തിന് തന്നോട് പറഞ്ഞതായി സഹോദരൻ അയ്യപ്പൻ പിന്നീട് എഴുതിയ ഒരു പ്രസ്താവന ഞാൻ ജാതിപ്പൂക്കളിൽ ഉദ്ധരിക്കുന്നുണ്ടായി. അതിന്റെ ഒരു പ്രഭാഷണമാണ്. നിങ്ങൾ ഒരുപക്ഷെ പലർക്കും കേട്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം നാരായണ ഗുരു പറഞ്ഞതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ജാതി വ്യത്യാസം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. നമ്പൂതിരിയും പുലയനും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ്. നമ്പൂതിരിക്ക് ജാതി സ്പർദ്ധ ഉണ്ടെങ്കിൽ അത്രയുമോ അതിലധികമോ ജാതി സ്പർദ്ധ പുലയനുമുണ്ട്. എല്ലാ വർഗക്കാരും വളരെ കാലമായി വേരൂന്നി കിടക്കുന്ന ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിമകളാണ്. അതുകൊണ്ട് ജാതി നിലനിർത്തി പോരുന്നതിന് ശാഠ്യം പിടിക്കുന്നവരെ വെറുക്കുകയോ അപഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സ്നേഹത്തെ മുൻനിർത്തിയ പ്രവൃത്തികളെ കൊണ്ട് ഉയർന്നവന്റെയും താണവന്റെയും മനോഗതിക്ക് മാറ്റം വരുത്തുവാനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ ഇച്ഛിക്കുന്നവർ പരിശ്രമിക്കേണ്ടത്. മത്സരരഹിതവും സ്നേഹപൂർണവുമായ ഈ നയത്താൽ ജാതി ഉടയ്ക്കുന്നതിന് സ്വാമിപാദങ്ങൾ ശ്രമിക്കുന്നു. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വാദം എന്താണെന്ന് അയ്യപ്പൻ പറയുന്നതാണ്. പക്ഷെ ഇതേ അയ്യപ്പൻ, അതായത് സ്നേഹം, അതായത് എല്ലാ ജാതികളും ഈ ജാതി നിലനിർത്തുന്ന ഒരേപോലെ തുല്യ പങ്കുകാരാണ്. ഏതെങ്കിലും ഒരാളെ പരസ്പരം നിന്ന് കുറ്റപ്പെടുത്തേണ്ടോ അധിക്ഷേപിക്കേണ്ടോ കാര്യമില്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികളെ കൊണ്ട് നമ്മൾ ഇതൊക്കെ മറന്നും പുറത്തും നമ്മൾ സമൂഹത്തെ മുന്നോട്ട് നയിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്ന് അയ്യപ്പൻ പറയുന്ന ഇതേ അയ്യപ്പൻ കേരളത്തിലെ ഏറ്റവും വലിയ വിലക്ഷണമായ ജാതിവാദങ്ങളുടെ ഒരു വക്താവായി പിന്നീട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ജാതിവാദങ്ങൾ യഥാർത്ഥത്തിൽ മതവാദം തന്നെയാണ്. ആ മതവാദം വരുന്നത് സവർക്കറുടെ മതവാദമാണ്. സവർക്കർ എങ്ങനെയാണോ മതവാദം പറഞ്ഞു വെച്ചത് അത് അക്ഷരം പടി പ്രതി ഒരു പുള്ളിയോ വള്ളിയോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഒരുപക്ഷെ നാരായണ ഗുരു പറഞ്ഞതിന്റെ നേർവിപരീതം എന്നുള്ള വാക്ക് പലപ്പോഴും ഈ ഭാഷയിൽ അനുവദിക്കപ്പെടുന്നില്ല. അത്ര വിപരീതമാകില്ല. പക്ഷെ ഇത് നേർവിപരീതം എന്ന് തന്നെ പറയണം. അത്രമാത്രം വിപരീതമായ ഒരു നിലപാടാണ് സഹോദരൻ അയ്യപ്പൻ ഈ ജാതി പരത്തുന്നതിലും പിന്നീട് കേരളം കണ്ട ഏറ്റവും വിലക്ഷണമായ ജാതിവാദികളെ സൃഷ്ടിക്കുന്നതിൽ കാരണമാകുന്ന നിലപാടുകൾക്ക് തുടക്കം കുറിക്കുന്നത്. സവർക്കർ ഹിന്ദുമതത്തെ കുറിച്ച് പറഞ്ഞ ഒരു കോട്ട്, ഇതും ഞാൻ ജാതിപ്പൂക്കൾ ഉദ്ധരിച്ചതാണ്, പക്ഷെ അത് പ്രസക്തമായതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. സവർക്കർ ഇതാണ് പറഞ്ഞത്: No one should ever think that certain Hindu caste is high or another is low.
ആരും ചിന്തിക്കരുത് ഹിന്ദു മതത്തിലെ ഏതെങ്കിലും ഒരു ജാതി ഉയർന്നതാണ്, മറ്റൊന്ന് താഴ്ന്നതാണെന്ന് ആരും ചിന്തിക്കാൻ പാടില്ല. അത് മോശമാണ്. സവർക്കർ പറയാണ്, ക്ലാസിക് സ്റ്റേറ്റ്മെന്റ്. The notion of high and low will be determined by overt merit of individuals. വലുപ്പവും ചെറുപ്പവും, മേൽ കീഴ് എന്നുള്ള സങ്കല്പങ്ങളൊക്കെ എപ്പോഴും നിർണയിക്കേണ്ടത് വളരെ പരസ്യമായിട്ടുള്ള, പ്രത്യക്ഷമായിട്ടുള്ള മികവ്, വ്യക്തികളുടെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് മേളിലെന്നും താഴെയെന്നും ഒക്കെ നിർണയിക്കേണ്ടത്, അല്ലാതെ ജാതി അടിസ്ഥാനത്തിലല്ല. സവർക്കർ പറയാണ്, every Hindu child has but one caste at birth. ഹിന്ദു, എല്ലാ ഹിന്ദു ചൈൽഡിനും ജന്മനാ ഒരു ജാതിയാണുള്ളത്, അത് ഹിന്ദു എന്നുള്ളതാണ്. Other than that, consider no other subcaste. അതല്ലാതെ വേറെ ഒരു ഉപജാതിയും പരിഗണിക്കേണ്ട കാര്യമില്ല. ജന്മനാ ജായതേ ഹിന്ദു. Everyone is a Hindu by birth. In truth, every man has but one caste at birth. Human. എല്ലാവർക്കും, ഹിന്ദുവിന് മാത്രമല്ല, എല്ലാവർക്കും ഒരു ജാതിയാണ് ജന്മനാ ഉള്ളത്. അതെന്താണ്? മനുഷ്യൻ, ഹ്യൂമൻ എന്നുള്ള ജാതിയാണ്. But at least so long as other religionists, such as the Muslims and the Christians, keep aside this lofty aim and consider themselves Muslims and Christians by birth and endeavor to swallow the Hindu, we too must cling to the identity of our race. എല്ലാവരും ജന്മനാ ഒരു കാസ്റ്റാണ് ഉള്ളത്, അത് ഹ്യൂമൻ ആണ്. ഉച്ചനീചത്വങ്ങളില്ല, മികവിന്റെ അടിസ്ഥാനത്തിലാണ് വലുപ്പവും ചെറുപ്പവും മേലും കീഴും ഒക്കെ നിർണയിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞ് സവർക്കർ പറയുകയാണ്. പക്ഷെ ഈ ബോധം നമ്മളുടെ ഇടയിലുള്ള ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഇല്ലാത്തിടത്തോളം കാലം നമ്മളുടെ റേസിന്റെ, നമ്മളുടെ വംശത്തിന്റെ, നമ്മളുടെ മതത്തിന്റെ സ്വത്വത്തിൽ ക്ലിങ് ചെയ്യണം, തൂങ്ങിക്കിടക്കണം, മുറുകെ പിടിക്കണം എന്നാണ് സവർക്കർ പറഞ്ഞത്. We too must cling to the identity of our race. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നില്ല? അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായോ? On every occasion and especially during census, register yourself as Hindu only. എല്ലാ സമയത്തും, പ്രത്യേകിച്ചും സെൻസസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഹിന്ദു ആണ് എന്ന് വളരെ ധൈര്യത്തോടെ പറയണം. അതായത് മനുഷ്യരെല്ലാം ഒന്നാണ്, ജന്മനാ കുഴപ്പമില്ല, ഹ്യൂമൻ എന്ന് പറയുന്ന ഒറ്റ റേസേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും മറ്റ് വിഭാഗങ്ങളുമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ വരുമ്പോൾ നമ്മൾ നമ്മളുടെ സ്വത്വത്തിൽ മുറുകെ പിടിക്കണം. നമ്മുടെ നേട്ടത്തിനായി, പ്രത്യേകിച്ചും സെൻസസ് എടുക്കുമ്പോൾ എണ്ണം പ്രധാനമാണ്, വണ്ണം പ്രധാനമാണ് എന്നാണ് സവർക്കർ പറയുന്നത്. ഈ സവർക്കറിന്റെ ഇതേ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇല്ല CID നസീറിന്റെ മുഖത്തൊരു പുള്ളി വെച്ച് വരുന്ന അതേ ലെവലിൽ കേരളത്തിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഇവിടെ മതമാണ് പ്രധാനമായ ആയുധമായിട്ട് സവർക്കർ മുന്നോട്ട് വെച്ചെങ്കിൽ മതത്തിന്റെ ഒരു സബ്സെറ്റ് എന്ന് മാത്രം പറയാവുന്ന ജാതിയാണ് സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പേജ് 655 സഹോദരൻ അയ്യപ്പന്റെ ജീവചരിത്രം, KA സുബ്രഹ്മണ്യൻ, SD പ്രിന്റേഴ്സ്, വർക്ക്സ്, എറണാകുളം, 1971 പുറത്തിറക്കിയ പുസ്തകത്തില് സഹോദരൻ അയ്യപ്പൻ പറയുന്ന ഒരു കാര്യം, ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം, ഇത് ശ്രീനാരായണ നിർദ്ദേശങ്ങൾക്ക് എതിരല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ലെന്ന് ഖണ്ഡിതമായി പറഞ്ഞുകൊള്ളുന്നു. ഇദ്ദേഹം പറഞ്ഞു നടന്നത് ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം എന്നാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇത് ശ്രീനാരായണ ഗുരുവിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് നടന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് ഈ പരിപാടി ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് വന്നപ്പോൾ അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം എഴുതിയതാണ് ഞാൻ ഈ വായിക്കുന്നത്. ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം, ഇത് ശ്രീനാരായണ നിർദ്ദേശങ്ങൾക്ക് എതിരല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ലെന്ന് ഖണ്ഡിതമായി പറഞ്ഞുകൊള്ളൂ, അല്ലെന്ന് അങ്ങ് തള്ളിക്കോളൂ, ഖണ്ഡിതമായി അങ്ങ് തള്ളിക്കോളൂ. കണ്ണടച്ചുകൊണ്ട്, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മുന്നേക്കുന്ന ആളിനെ കാണേണ്ടി വരുമല്ലോ, അതുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞോളൂ, ജാതി ചോദിക്കണം, ജാതി പറയണം, ജാതി ചിന്തിക്കണം. അല്ലെ, 3 കുഴലുള്ള തുപ്പാക്കി എന്ന് തന്നെയല്ല, അത് ശ്രീനാരായണ വാക്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ അത്യാവശ്യമായി തീർന്നിട്ടുള്ള ഒരു പ്രതിവിധി പ്രയോഗമാണ്. ശ്രീനാരായണനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അല്ലെ ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു മറുമരുന്നാണ് ഈ ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം എന്നുള്ള വാചകം. ജാതി ചോദിക്കരുത് എന്ന് തുടങ്ങുന്ന ശ്രീനാരായണ വാക്യം
ജാതി ഇല്ലാതാകുന്ന സ്ഥിതി കൈവരുത്താൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ, എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞത്? അത് ജാതി ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ സാമുദായിക അവശതകൾ, അതായത് ജാതി അവശതകൾ പരിഹരിക്കാനുള്ള സംവരണം മുതലായ പരിരക്ഷകൾക്കെതിരായി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. നിഷേധിക്കാനായിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞല്ല, ജാതി ഇല്ലാതാകാനായിട്ട് പറഞ്ഞു. ഈ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ അവസരക്ക് കൊടുക്കുന്നതാണോ? അല്ല, ജാതിപരമായി കൊടുക്കുന്നതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സംവരണം എന്ന് പറയുമ്പോൾ പിന്നാക്കം നിൽക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുന്ന ഏർപ്പാടാണോ? അല്ല, അത് ജാതി, നിങ്ങളുടെ ജാതി അടിസ്ഥാനത്തിൽ ആനുകൂല്യ പുരസ്കാരങ്ങളും തിരസ്കാരങ്ങളും വരുന്നതാണ് ഈ സംവരണം എന്നുള്ള അർത്ഥത്തോട് വരുന്നത്. അപ്പൊ അവിടെ ഈ സാമുദായിക സംവരണത്തെ കുറിച്ച് ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞിരുന്നതെന്ന് വ്യക്തമായി എനിക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്നത് സാമുദായിക അവസ്ഥകൾ, അതായത് സാമുദായിക സംവരണത്തിനെതിരെ ആ ഒരു വാചകം, ജാതി ചോദിക്കരുതെന്നുള്ള വാചകം ശ്രീനാരായണ ഗുരു പറഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. എത്ര വലിയ ഇരട്ടത്താപ്പാന്ന് നോക്കുക. ആ ഉപയോഗം ഇപ്പോൾ വളരെ കലശലായി തീർന്നിരിക്കുകയാണ്. ശരിയാണ്, ശ്രീനാരായണ ഗുരു ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന് പറയുമ്പോൾ ജാതി അടിസ്ഥാനത്തിൽ തന്നെ എല്ലാം വേണമെന്ന് പറയുന്നവരെ ആളുകൾ ചോദ്യം ചെയ്യുമല്ലോ. അതിന് ശിഷ്യനാണെങ്കിലും ഗുരു ആണെങ്കിലും ചോദ്യം ചെയ്യും. അപ്പൊ അത് കലശലായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഉപയോഗം ഇപ്പോൾ വളരെ കലശലായിരിക്കുകയാണ്. സംവരണത്തിനെതിരായി ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നുള്ള ശ്രീനാരായണ വാക്യം ഉദ്ധരിക്കുന്നവരോട്, അതായത് ശ്രീനാരായണ ഗുരുവിന്റെ വാചകം ഇതാണ്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അത് പറഞ്ഞോട്ടെ, അത് പറയുന്ന ആളുകളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ സംവരണം, നമ്മുടെ ജാതിക്ക് കിട്ടേണ്ട സംവരണത്തിന് എതിരായാണ് ഈ വാദം ആരെങ്കിലും ഉന്നയിക്കുന്നെങ്കിൽ അവരോട് എന്താ പറയണം? എതിരായി ഉപയോഗിക്കുകയാണെങ്കിൽ അവരോട് ജാതി ചോദിക്കണം. നിന്റെ ജാതി എന്താണ്? എന്റെ ജാതി ഇതാണ്, നിന്റെ ജാതി എന്താണ് എന്ന് ചോദിക്കണം. അവരോട് ജാതി പറയണം, ഞാൻ ഈ ജാതിയിൽപ്പെട്ടതാണ്, ഞാൻ ഇതിൽ ആവേശം കൊള്ളുന്നു എന്ന് പറയണം. ചിന്തിക്കണം. ലോകത്താദ്യമായി, ഒരുപക്ഷെ സൗരയൂഥത്തിൽ ആദ്യമായിട്ട് ജാതി ചിന്തിക്കണം എന്ന് മനുഷ്യരോട് ആവശ്യപ്പെട്ട ഒരു ചിന്തകനാണ് സഹോദരൻ. അങ്ങേയറ്റം ജാതിവാദികൾ, കടുത്ത ജാതിവാദികൾ പോലും ജാതി ചിന്തിക്കണമെന്ന് പറയാറില്ല. ജാതി പറഞ്ഞു പോയിട്ടെ, അതൊരു സ്ലിപ്പ് ഓഫ് ടങ്. പക്ഷെ ജാതി തലച്ചോറിൽ ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ട് നടക്കണം, ചിന്തിക്കണം എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. എന്ത് പരിഷ്കരണമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ജാതി ചിന്തിക്കണം. ബാക്കി രണ്ടും ഞാൻ പോട്ടെ, ജാതി പറയണം, ഓക്കെ, ജാതിയുടെ പേര് എഴുതണം, ജാതി നോമിനൽ ലിസ്റ്റിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, അതൊരു സാങ്കേതികമായ. പക്ഷെ ജാതി ചിന്തിക്കണം എന്ന് നിങ്ങൾ എങ്ങനെ പറയും? എങ്ങനെ പറയാൻ കഴിയും ഒരു മനുഷ്യന് ഇന്ത്യൻ സമൂഹത്തിലോ കേരള സമൂഹത്തിലോ നിന്നുകൊണ്ട് എങ്ങനെ ജാതി ചിന്തിക്കണം എന്നിങ്ങനെ പറയാൻ കഴിയും? ബാക്കി രണ്ടും ഞാൻ വിട്ടു, ജാതി ചോദിക്കണം എന്നുള്ളതും പറയണം. ഇത് വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു ചിന്താ രീതിയാണ്. അദ്ദേഹം പറയുന്നു, ശ്രീനാരായണ വാക്യം ഉദ്ധരിക്കുന്നവരോട്, അതായത് സംവരണത്തിനെതിരായി ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നുള്ള ശ്രീനാരായണ വാക്യം ഉദ്ധരിക്കുന്നവരോട് ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം എന്ന് തന്നെ പറയണം. ജാതി പുലർത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പക്ഷെ ജാതി തകർക്കാൻ ആവശ്യമായാൽ ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം. ആഹാ, എന്ത് ലോജിക്ക്! വേദനിപ്പിക്കാനായി കൊല്ലരുത്, പക്ഷെ വേദനിപ്പിക്കാതെ കൊല്ലണം. ജാതി പറയണം, ചിന്തിക്കണം. അത് ഉദ്ദേശം വേറെ. അങ്ങനെ ചോദിക്കുന്നവരോട് ഇങ്ങനെ പറയണം, ഇങ്ങനെ ചോദിക്കുന്നവരോട് അങ്ങനെ പറയണം. അടിസ്ഥാനപരമായി എന്താണ്? ജാതി സംവരണം വേണം, ജാതി അടിസ്ഥാനത്തിൽ സംവരണം വേണം എന്നാവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഇതിന്റെ ഈ സവർക്കറും അയ്യപ്പനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞ ഇക്കാര്യത്തിൽ പൂജ്യമാണ്. ഈ പൂജ്യം ദൂരത്തെ മറയ്ക്കാനും അയ്യപ്പൻ ഇങ്ങനെ സവർക്കറിസമാണ് പറഞ്ഞുകൊണ്ട് നടന്നത് എന്ന് 4 പേർ അറിയുന്നതിന് മുന്നേ അയ്യപ്പന്റെ ഈ ജാതിവാദത്തെ എതിർക്കുന്നവരെല്ലാം സവർക്കറുമായി ബന്ധപ്പെട്ട് സംസാരിപ്പിക്കുന്ന പോക്കറ്റടിക്കാരന്റെ ബുദ്ധി ഈ കേരളത്തിൽ പലരും കണ്ടിട്ടുണ്ട്. ഞാൻ പോക്കറ്റടിക്കാരനല്ലേ, പോക്കറ്റ് അടിച്ചിട്ട് ഓടുമ്പോൾ പുറകെ ഓടുന്നവരൊക്കെ പറയും ഇതാണ്, അതായത് മറ്റുള്ളവരെ ആളിനെ ഇങ്ങനെ പറഞ്ഞു, ഈ പുറകെ ഓടുന്നവനാണ് എന്റെ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഓടുന്നത്. ഇത് മുൻകൂട്ടിയുള്ള ഒരു ഇതായിരുന്നു ഈ സവർക്കറിസം എന്ന് പറയുന്നത് കേരളത്തില് ആനയിക്കുകയും എന്നാൽ അത് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് മറ്റുള്ളവരിലേക്ക്, അതിനെതിരെ സംസാരിക്കുന്നവർക്കിലേക്ക് അത് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ജാതിവാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് അവശതകളും ഒരുപാട് കിരാതമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ അയിത്തം ഉണ്ടായിരുന്നു, ഇവിടെ ജാതിപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളൊരു ജനത എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്.
നമ്മൾ മറക്കുകയും പൊറുക്കുകയും പരിഷ്കരണ ബോധത്തോടെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പിന്നോട്ട് തള്ളി മാറ്റേണ്ടുന്ന ഒന്നാണ് ജാതി. ജാതി പോകും എന്ന് പറയുക തന്നെ വേണം, ജാതി പോകും എന്ന് ചിന്തിക്കുകയും വേണം, ജാതി പോകുകയും ചെയ്യും. കാരണം ജാതി പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ റേറ്റ് നിങ്ങളെ ഒരുപക്ഷെ തൃപ്തിപ്പെടുത്തുന്നുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും അത് ഉണ്ട് എന്നറിയാനായിട്ട് അല്ലെ ഉണ്ട് എന്ന് വാദിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധപൂർവം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായ കേരളത്തിൽ ഇപ്പോ ഒരു പുതിയ തലമുറയെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ജാതി വരുന്നതെന്ന് ചോദിച്ചാൽ മിക്കവാറും പലപ്പോഴും ഒരു PSC അപേക്ഷ അല്ലെങ്കിൽ ഒരു തൊഴിൽ സംബന്ധമായ ഒരു പ്രശ്നം വരുമ്പോൾ, സംവരണം വരുമ്പോഴാണ്. പിന്നെ ജാതി സംസാരിക്കുന്നവർക്ക് ഒരുപക്ഷെ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ കേരളത്തിൽ അധികം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വിവാഹ സമയത്ത്, പിന്നെ ഈ എന്തോ ചില ആൾക്കാരുടെ യോഗങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം. അതല്ലാതെ കേരളത്തിലെ പുതിയ സമൂഹത്തെ സംബന്ധിച്ച് ജാതി അല്ല ഒരു വിഷയം. അതൊക്കെ മറക്കുകയും തള്ളുകയും ചെയ്യേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ജാതി ചിലര് വളരെ നിസ്സാരവൽക്കരിച്ച് ചോദിച്ചുകൊണ്ട് ജാതി പറയാതിരുന്നാൽ ജാതി പോകും. ജാതി പോകാനുള്ള ഒരു ഉപാധി ജാതി പറയാതിരിക്കുക എന്നുള്ളതാണ്. ജാതി ചെയ്യാതിരിക്കുക, ജാതി ചിന്തിക്കാതിരിക്കുക, അത് കടന്നു പോവുക, അതല്ല, അതൊക്കെ പിന്നിട്ട് പോയ സാധനങ്ങളാണ്. ആ കുപ്പായങ്ങളും അഴുക്ക് കുപ്പായങ്ങളും ഒന്നും വീണ്ടും എടുത്ത് ധരിക്കേണ്ട കാര്യമില്ല. ഈ സമൂഹത്തിന് അതിന് ആവശ്യമില്ല. ഒരിക്കലും പോവില്ല, ഒരിക്കലും പോവില്ല, ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞ്, അതായത് ചില കുട്ടികളെ നമ്മളെ എക്സാമിനേഷനൊക്കെ ചെല്ലുമ്പോൾ അവർ പറയില്ല, നീ ഒരിക്കലും രക്ഷപ്പെടില്ലടാ, നിനക്ക് ജയിക്കാൻ പറ്റില്ല, നീ ഒരു മൊണ്ണയാണ് എന്നിങ്ങനെ പറഞ്ഞ് 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 അവസാനം അവനെ അങ്ങനെ പറഞ്ഞ് ഒന്നാം റാങ്കാരനാക്കുന്ന വിദ്യയാണ് ഇവര് പലപ്പോഴും പറയുന്നത്. ജാതി പറഞ്ഞു തന്നെ ജാതി ഇല്ലാതാക്കണം. എന്താണ് ജാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ? ഒരു എപ്പോഴും സമൂഹത്തിലെ സ്പർദ്ധയും വിഭജനവും ഉണ്ടാക്കുക. കുറെ കുറ്റക്കാര്, കുറെ തെറ്റുകാര്, കുറെ മിടുക്കര്, ഒരു പാരമ്പര്യ ബോധത്തോടുള്ള ഒരു ലെഗസി പൊളിറ്റിക്സ്, ഇതെല്ലാം തന്നെ വളരെ എന്താ പറയാ, വളരെയധികം ഉപേക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ വിട്ടൊഴിയേണ്ട ഒരു ചിന്താരീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എൻ്റെ ആരംഭ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.